156 വർഷങ്ങളായി. ഒരിക്കൽ പോലും അണയാതെ കത്തുന്ന ഒരു അടുപ്പിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ശരിക്കും കേൾക്കുമ്പോൾ തന്നെ അതൊരു അത്ഭുതമായിട്ടാണ് തോന്നുക, അല്ലേ? അതെ. അതായത് കൊടുങ്കാറ്റോ വെള്ളപ്പൊക്കമോ സുനാമിയോ എന്തിന് ലോകത്തെ മുഴുവൻ നിശ്ചിതമാക്കിയ കോവിഡ് മഹാമാരി പോലുമോ ആ അടുപ്പില് തീ അണച്ചില്ല. തീർച്ചയായും. അതോടൊപ്പം എന്താ പറയാ, അടച്ചിട്ടൊരു മുറിക്കുള്ളിൽ പ്രവേശിച്ച് യാതൊരു അടയാളവും അവശേഷിപ്പിക്കാതെ അപ്രത്യക്ഷനായ ഒരാളെ കുറിച്ചും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. കേൾക്കുമ്പോ ഇതൊരു മിസ്റ്ററി സിനിമയിലെ രംഗങ്ങൾ പോലെ തോന്നാം. പക്ഷെ ഇത് 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വള്ളലാർ എന്ന് ലോകം ആദരവോടെ വിളിക്കുന്ന രാമലിംഗ അടികളാരുടെ അവിശ്വസനീയമായ യഥാർത്ഥ ജീവിതമാണ്. അതെ. നമ്മുടെ ഈ വിശദമായ അന്വേഷണത്തിൽ ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഔപചാരിക വിദ്യാഭ്യാസം നിരസിച്ച ഒരു സാധാരണ കുട്ടി എങ്ങനെയാണ് ലക്ഷക്കണക്കിന് ആളുകളുടെ വിശപ്പകറ്റുന്ന ഒരു വലിയ സിസ്റ്റം ഉണ്ടാക്കിയെടുത്തത് എന്നാണ്. അദ്ദേഹത്തിന്റെ ജീവിതവും തത്വചിന്തകളും വിശദീകരിക്കുന്ന രേഖകളാണ് ഇതിനായി നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഒരു ജീവിതകഥ നമ്മൾ വായിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു സാധാരണ ജീവചരിത്രമായി മാത്രം നമുക്ക് കാണാൻ കഴിയില്ല. ചരിത്രവും തത്വചിന്തയും അതിരുകളില്ലാത്ത മനുഷ്യ സ്നേഹവും ഒത്തുചേരുന്ന ഒരു അത്ഭുതമാണത്. ശരിയാണ്. സ്കൂളിൽ പോകാൻ തയ്യാറാകാത്ത ഒരാൾ എങ്ങനെയാണ് അക്കാലത്തെ ഏറ്റവും യാഥാസ്ഥിതികമായ സാമൂഹിക വ്യവസ്ഥിതിയെ പൊളിച്ചെഴുതിയത് എന്നത് ശരിക്കും നമ്മെ ചിന്തിപ്പിക്കേണ്ട ഒന്നാണ്. അത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ കൗതുകവും. ഒരു വലിയ സാമ്രാജ്യമോ സിസ്റ്റമോ ഉണ്ടാക്കിയെടുക്കുന്നതിന് മുമ്പ് വ്യവസ്ഥിതികളോടുള്ള അദ്ദേഹത്തിന്റെ ഈ കലഹം തുടങ്ങുന്നത് സ്വന്തം വീട്ടിൽ നിന്നും ക്ലാസ് മുറിയിൽ നിന്നുമാണ്. അതെ, കുട്ടിക്കാലം മുതൽ തന്നെ. 1823 ഒക്ടോബർ 5 ചിദംബരത്തിനടുത്തുള്ള മരുദൂരിലാണ് രാമലിംഗം ജനിക്കുന്നത്. 6 മാസം മാത്രം പ്രായമുള്ളപ്പോൾ തന്നെ അച്ഛനെ നഷ്ടപ്പെടുന്നു. പിന്നീട് ആ കുടുംബം ചെന്നൈയിലേക്ക് താമസം മാറുകയും മൂത്ത സഹോദരനായ സഭാപതി കുടുംബത്തിന്റെ മുഴുവൻ ചുമതലയും ഏറ്റെടുക്കുകയും ചെയ്തു. പുരാണ പ്രഭാഷണങ്ങൾ നടത്തിയാണ് ആ ജ്യേഷ്ഠൻ കുടുംബം പോറ്റിയിരുന്നത്. അതെ, വലിയൊരു ഉത്തരവാദിത്തമായിരുന്നു അത്. അനിയൻ നന്നായി പഠിക്കണം എന്ന് ആഗ്രഹിച്ച ജ്യേഷ്ഠൻ കാഞ്ചീപുരം മഹാവിദ്വാൻ സഭാപതി മുതലിയാരുടെ കീഴിൽ അവനെ പഠിക്കാൻ ചേർത്തു. പക്ഷേ എന്താ പറയാ, ക്ലാസ്സിൽ പോകാതെ മുരുകൻ ക്ഷേത്രത്തിൽ പോയി ധ്യാനിച്ചിരുന്ന ആ കുട്ടിയെ ജ്യേഷ്ഠൻ ഭക്ഷണം നൽകാതെ ശിക്ഷിച്ചു. ആ സംഭവം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു സംഭവത്തെ പലരും ജ്യേഷ്ഠന്റെ ക്രൂരതയായി വ്യാഖ്യാനിക്കാറുണ്ട്. പക്ഷേ ദാരിദ്ര്യം നിറഞ്ഞ ആ അവസ്ഥയിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു രക്ഷിതാവിന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചാൽ ആ ജ്യേഷ്ഠൻ ചെയ്തതല്ലേ ശരി? തീർച്ചയായും. വിശപ്പ് മാറ്റാൻ ഒരു ജോലി കിട്ടണമെങ്കിൽ പഠിക്കണം. അതൊരു നിലനിൽപ്പിനായുള്ള പോരാട്ടമായിരുന്നില്ലേ? അതെ, ആ ജ്യേഷ്ഠന്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല. അച്ഛനില്ലാത്തൊരു കുടുംബം പുലർത്താനുള്ള സമ്മർദ്ദം മുഴുവൻ അദ്ദേഹത്തിന്റെ തോളിലായിരുന്നു. പഠിക്കാതെ അലഞ്ഞുതിരിയുന്ന അനിയനെ നേർവഴിക്ക് കൊണ്ടുവരാൻ ഏതൊരു സാധാരണ രക്ഷിതാവും ചെയ്യുന്നതേ അദ്ദേഹവും ചെയ്തുള്ളൂ. ശരിയാണ്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാമലിംഗം എന്ന കുട്ടിയുടെ മാനസികാവസ്ഥയാണ്. അവൻ പഠിക്കാൻ മടിയുള്ള ഒരലസനായിരുന്നില്ല. മറിച്ച് ഈ ലോകം പഠിപ്പിക്കുന്ന അറിവുകൾക്ക് അപ്പുറത്തുള്ള മറ്റൊരു തലത്തിലായിരുന്നു അവന്റെ ചിന്തകൾ. അതെ, അത് ജ്യേഷ്ഠന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കൃത്യം, ജ്യേഷ്ഠന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ആ അധ്യാപകൻ അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നതാണ് ചരിത്രം. അതെങ്ങനെയാണ്? അതായത് കുട്ടി ക്ലാസ്സിൽ വരുന്നില്ലെങ്കിൽ വഴക്ക് പറയുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നതിന് പകരം ഈ കുട്ടിക്ക് താൻ നൽകുന്ന ഔപചാരിക വിദ്യാഭ്യാസം ആവശ്യമില്ലെന്ന അധ്യാപകൻ എങ്ങനെ തിരിച്ചറിഞ്ഞു? അവിടെയാണ് ആ അധ്യാപകന്റെ ഒരു നിരീക്ഷണ പാടവം നമ്മൾ കാണേണ്ടത്. ഒരിക്കൽ ക്ലാസ്സിൽ വരാത്ത രാമലിംഗത്തെ അന്വേഷിച്ച് അധ്യാപകനായ സഭാപതി മുതലിയാർ നേരെ ആ കന്തകോട്ടം ക്ഷേത്രത്തിലെത്തി. ഓ, അദ്ദേഹം അന്വേഷിച്ചു പോയില്ലേ? അതെ, അവിടെ ആ ചെറിയ കുട്ടി കണ്ണുകൾ അടച്ച് അതീവ ശ്രദ്ധയോടെ ഒരു പാട്ടുപാടുന്നത് അദ്ദേഹം കേട്ടു. ഒരുമയുടൻ നിനത് എന്ന് തുടങ്ങുന്ന വളരെ പ്രസിദ്ധമായ ഒരു ഗാനമാണത്. അതിന്റെ അർത്ഥം വളരെ വലുതാണ്. ഉള്ളിൽ ഒന്ന് വെച്ച് പുറത്തും മറ്റൊന്ന് സംസാരിക്കുന്നവരുമായി എനിക്ക് കൂട്ടുചേരരുത്. ചിന്തയും വാക്കും പ്രവൃത്തിയും ഒന്നായിരിക്കുന്നവരോടൊപ്പം മാത്രമേ എനിക്ക് ജീവിക്കാൻ കഴിയൂ എന്നൊക്കെയാണ് ആ വരികളുടെ അർത്ഥം. കേട്ടിട്ട് തന്നെ ആശ്ചര്യം തോന്നുന്നു. അതെ, വെറുമൊരു ഭക്തിഗാനമായിരുന്നില്ല അത്. മനുഷ്യന്റെ കാപഢ്യങ്ങളെ കുറിച്ചുള്ള വളരെ ആഴത്തിലുള്ള ഒരു ദാർശനിക നിരീക്ഷണമായിരുന്നു. അതായത് അക്ഷരങ്ങൾ പഠിക്കേണ്ട പ്രായത്തിൽ മനുഷ്യന്റെ കാപഢ്യങ്ങളെ തിരിച്ചറിയുകയും അതിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു കുട്ടിയെയാണ് അധ്യാപകൻ അവിടെ കണ്ടത്. കൃത്യം. ഒരു 8ഓ 9ഓ വയസ്സുള്ള കുട്ടിക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്തത്ര വലിയ അർത്ഥതലങ്ങളായിരുന്നു ആ പാട്ടിനുണ്ടായിരുന്നത്. അത് കേട്ടപ്പോൾ ആ അധ്യാപകന് മനസ്സിലായി, പുസ്തകങ്ങളിൽ നിന്നല്ല ഈ കുട്ടി അറിവ് നേടുന്നതെന്ന്. അതെ,
ഉള്ളിൽ നിന്ന് തന്നെ അറിവ് ഉണർന്നു വന്ന ഒരു അത്ഭുത പ്രതിഭയാണ് അവനെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഇതിനെ തമിഴ് സാഹിത്യത്തിൽ ഓതാതുണർന്നവൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഓതാതുണർന്നവൻ? അതെ, അതായത് പഠിപ്പിക്കാതെ തന്നെ പ്രപഞ്ച സത്യങ്ങൾ ഗ്രഹിച്ചവൻ. തനിക്കിനി കുട്ടിയെ ഒന്നും പഠിപ്പിക്കാനില്ലെന്ന അധ്യാപകൻ ജ്യേഷ്ഠനെ ബോധ്യപ്പെടുത്തി. ഈ ഒരു സംഭവത്തിന് ശേഷമാണ് അദ്ദേഹം തന്റെ ഈ അറിവ് പുറത്തേക്കും പ്രകടിപ്പിച്ചു തുടങ്ങുന്നത്, അല്ലെ? അതും തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണ്, അതൊരു യാദൃച്ഛിക സംഭവമായിരുന്നു. ജ്യേഷ്ഠന് സുഖമില്ലാതെ വന്ന ഒരു ദിവസം ആ പുരാണ പ്രഭാഷണ വേദിയിൽ പകരക്കാരനായി കയറുന്നത് 9 വയസ്സുള്ള രാമലിംഗമാണ്. ആദ്യം നെറ്റി ചുളിച്ചിട്ടുണ്ടാകാം, പക്ഷെ അവൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ അവരുടെ സകല മുൻവിധികളും തകർന്നുപോയി കാണുമല്ലേ? തീർച്ചയായും. അതൊരു സാധാരണ പ്രഭാഷണമായിരുന്നില്ല. വലിയ വലിയ പുരാണ ഗ്രന്ഥങ്ങളിലെ ആശയങ്ങൾ വളരെ ലളിതമായി എന്നാൽ ആഴത്തിൽ അവൻ അവിടെ അവതരിപ്പിച്ചു. കാണികൾ ഒന്നടങ്കം അത്ഭുതപ്പെട്ടു. 9 വയസ്സുള്ളപ്പോൾ? അതെ. പിന്നീട് അങ്ങോട്ട് ആ കുട്ടിയുടെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ വേണ്ടി മാത്രം ആളുകൾ തടിച്ചുകൂടി തുടങ്ങി. പിന്നെ കുടുംബത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി 27-ാം വയസ്സിൽ അദ്ദേഹം സ്വന്തം അനന്തരവളായ ധനക്കോടിയെ വിവാഹം കഴിച്ചെങ്കിലും വൈകാതെ തന്നെ അദ്ദേഹം ആ ജീവിതം ഉപേക്ഷിച്ച് പൂർണ്ണമായും ആത്മീയ പാതയിലേക്ക് തിരിഞ്ഞു. അവിടെ എനിക്കൊരു സംശയമുണ്ട്. അതായത് അദ്ദേഹത്തിന് ഒരു മികച്ച പണ്ഡിതനായി വലിയ പ്രഭാഷണങ്ങൾ നടത്തി ഒരുപാട് സമ്പാദിച്ച് കുടുംബവുമായി വളരെ സുഖമായി ജീവിക്കാമായിരുന്നല്ലോ. തീർച്ചയായും. എന്നിട്ടും അദ്ദേഹം എന്തിനാണ് ഇതെല്ലാം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ചത്? അതൊരു സാധാരണ സന്യാസമായിരുന്നില്ല എന്നതാണ് സത്യം. കാട്ടിൽ പോയി തപസ്സിരിക്കാനോ ലൗകിക ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാനോ അല്ല അദ്ദേഹം വീട് വിട്ടിറങ്ങിയത്. അദ്ദേഹത്തിന്റെ ലക്ഷ്യം വ്യക്തിപരമായ മോക്ഷമായിരുന്നില്ല. പിന്നെയോ? 19-ാം നൂറ്റാണ്ടിലെ തമിഴ്നാടിന്റെ സാമൂഹിക അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. കൊടിയ ദാരിദ്ര്യം, ജാതിയുടെ പേരിലുള്ള തൊട്ടുകൂടായ്മകൾ, അന്ധവിശ്വാസങ്ങൾ, മൃഗബലികൾ, ഇതൊക്കെ നിറഞ്ഞൊരു സമൂഹമായിരുന്നു അത്. വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ കാലം. അതെ. ഇതിനെതിരെ ഒരു മാറ്റം കൊണ്ടുവരിക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അതിനായി 1865-ൽ അദ്ദേഹം സമരസ സന്മാർഗ സഭ എന്നൊരു പ്രസ്ഥാനം ആരംഭിച്ചു. അവിടെ അദ്ദേഹം ലോകത്തിന് മുന്നിൽ വെച്ച വിപ്ലവകരമായ ചിന്തയാണ് ജീവകാരുണ്യം. ജീവകാരുണ്യം എന്ന് പറയുമ്പോൾ മനുഷ്യർ പരസ്പരം സഹായിക്കുന്നതാണല്ലോ നമ്മൾ പൊതുവെ ചിന്തിക്കാറുള്ളത്. പക്ഷെ വള്ളലാരുടെ ജീവകാരുണ്യത്തിന് അതിലും വലിയൊരു അർത്ഥമുണ്ടായിരുന്നു, അല്ലേ? അതെ. പ്രപഞ്ചത്തിലുള്ള സകല ജീവജാലങ്ങളോടുമുള്ള അതിരുകളില്ലാത്ത അനുകമ്പയായിരുന്നു അത്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ഒരു വരിയുണ്ട്: വാളിയ പൈരെ കണ്ട പോതെല്ലാം വാടിനീൻ. അതായത് വെള്ളം കിട്ടാതെ വാടി നിൽക്കുന്ന ഒരു ചെറിയ ചെടിയെ കണ്ടപ്പോൾ പോലും എന്റെ ഹൃദയം വാടിപ്പോയി എന്ന്. ഒരു ചെടിയുടെ വേദന പോലും സ്വന്തം വേദനയായി കാണാൻ കഴിയുന്ന ആ മാനസിക അവസ്ഥയാണ് ജീവകാരുണ്യം. ഒരു ചെടി വാടി നിൽക്കുന്നത് കണ്ടാൽ പോലും അതിന് നിങ്ങൾ ജലം നൽകണം. ദൈവം ദിവ്യമായ പ്രകാശമാണെന്നറിയുക. ഈശ്വരൻ എന്നത് ഒന്നേ ഉള്ളൂ എന്നും അത് പ്രകാശം അല്ലെങ്കിൽ ജ്യോതിയാണെന്നും അദ്ദേഹം വിശ്വസിച്ചു. അതൊരു വലിയ പൊളിച്ചെഴുത്താണ് ശരിക്കും. ജാതിയും മതവും നോക്കി മനുഷ്യരെ മാറ്റി നിർത്തുകയും ദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ മൃഗങ്ങളെ ബലി കൊടുക്കുകയും ചെയ്തിരുന്ന ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ദൈവം വെളിച്ചമാണെന്നും ആർക്കും ആ വെളിച്ചത്തെ ആരാധിക്കാമെന്നും. അതെ. അന്നത്തെ യാഥാസ്ഥിതിക സമൂഹത്തിൽ നിന്ന് വലിയ എതിർപ്പുകൾ ഇതിനെതിരെ ഉണ്ടായിട്ടുണ്ടാവില്ലേ? വലിയ രീതിയിലുള്ള എതിർപ്പുകൾ അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. പരമ്പരാഗത മതപണ്ഡിതന്മാർ അദ്ദേഹത്തെ വിമർശിച്ചു. പക്ഷെ അദ്ദേഹം അതിലൊന്നും തളർന്നില്ല. കാരണം അദ്ദേഹം സംസാരിച്ചത് പാവപ്പെട്ടവന്റെയും വിശക്കുന്നവന്റെയും ഭാഷയിലായിരുന്നു. ശരിയാണ്. അദ്ദേഹത്തിന്റെ കാരുണ്യം വെറും വാക്കുകളിൽ ഒതുങ്ങിയില്ല. അത് പ്രായോഗികമായ ചില അത്ഭുതങ്ങളിലേക്കും വലിയൊരു സാമൂഹിക മുന്നേറ്റത്തിലേക്കും വഴിമാറി. ആ അത്ഭുതങ്ങളെ കുറിച്ച് നമ്മുടെ ഉറവിടങ്ങളിൽ വളരെ രസകരമായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? കരിങ്കുഴി എന്ന സ്ഥലത്ത് അദ്ദേഹം 9 വർഷം താമസിച്ച സമയത്ത് രാത്രിയിൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ വിളക്കിലെ എണ്ണ തീർന്നുപോയി. തീ അണയാതിരിക്കാൻ അദ്ദേഹം കുറച്ച് വെള്ളമെടുത്ത് ആ വിളക്കിൽ ഒഴിച്ചു എന്നും എണ്ണ ഒഴിച്ചതുപോലെ തന്നെ ആ വിളക്ക് പ്രകാശത്തോടെ കത്തി എന്നുമാണ് പറയുന്നത്. അതെ, അതൊരു പ്രസിദ്ധമായ കഥയാണ്. അതുപോലെ തന്നെ മറ്റൊരു സംഭവം, ഒരിക്കൽ അദ്ദേഹത്തെ ആക്രമിക്കാൻ വന്ന കൊള്ളക്കാരുടെ കൈകൾ അദ്ദേഹം വെറുതെ ഒന്ന് ഉയർത്തി കാണിച്ചപ്പോൾ ആ കൊള്ളക്കാരുടെ കൈകൾ വായുവിൽ മരവിച്ചുപോയി എന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഒരു മാജിക് പോലെയോ അല്ലെങ്കിൽ സിനിമകളിലൊക്കെ കാണുന്ന ഒരു സൂപ്പർ പവർ പോലെയൊക്കെ തോന്നാം. പക്ഷേ ഇതൊരു അത്ഭുതമായി മാത്രം കാണുന്നതിനേക്കാൾ ഇന്നത്തെ കാലത്തെ റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് അല്ലെങ്കിൽ തെറ്റുകാരെ മാനസികമായി തിരുത്തുന്ന രീതിയുമായി ഇതിനെ താരതമ്യം ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു.
അതെങ്ങനെയാണ്? അതായത് അവരെ ശിക്ഷിക്കുന്നതിന് പകരം അദ്ദേഹം അവരോട് ക്ഷമിക്കുകയും അവരെ ഉപദേശിച്ച് നേർവഴിക്ക് നയിക്കുകയുമാണ് ചെയ്തത്. അവരുടെ ആയുധങ്ങളെക്കാൾ ശക്തി അദ്ദേഹത്തിന്റെ ആ കാരുണ്യത്തിനായിരുന്നു, അല്ലേ? വളരെ കൃത്യമായൊരു നിരീക്ഷണമാണത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ ശക്തി എന്നത് ആ അനുകമ്പ തന്നെയാണ്. കൊള്ളക്കാരെ ശാരീരികമായി തോൽപ്പിക്കുന്നതിന് പകരം അവരുടെ ഉള്ളിലെ അന്ധകാരത്തെ ഇല്ലാതാക്കി അവിടെ പ്രകാശം നിറയ്ക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അതെ, വെള്ളം ഒഴിച്ച് വിളക്ക് കത്തിച്ചതും ഒരു വലിയ പ്രതീകമായി നമുക്ക് കാണാം. മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ലളിതമായ പ്രവൃത്തികൾക്ക് പോലും വലിയ പ്രകാശം പരത്താൻ കഴിയുമെന്നതിന്റെ സൂചനയാണത്. എന്നാൽ ഇതൊന്നുമല്ല അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം. എനിക്കറിയാം നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നതെന്ന്. 1867 വടലൂരിൽ അദ്ദേഹം സ്ഥാപിച്ച സത്യധർമ്മശാല, 156 വർഷമായി അണയാതെ കത്തുന്ന അടുപ്പ്. അതെ, അതുതന്നെ. സത്യത്തിൽ ആളുകൾക്ക് അന്നദാനം നൽകുക എന്നത് പണ്ട് പലയിടത്തുമുള്ള കാര്യമാണ്. പക്ഷേ 156 വർഷം ഒരു ദിവസം പോലും മുടങ്ങാതെ ഇതെങ്ങനെയാണ് നിലനിർത്തുന്നത്? ഇതിന് പിന്നിലെ ലോജിസ്റ്റിക്സ് എന്താണ്? കേവലം ഒരു സന്യാസിക്ക് എങ്ങനെയാണ് ഇത്രയും വലിയൊരു സപ്ലൈ ചെയിൻ അക്കാലത്തുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത്? അവിടെയാണ് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം വെറും ഒരു അടുപ്പ് കത്തിക്കുകയായിരുന്നില്ല, മറിച്ച് ഒരു ജനതയുടെ മുഴുവൻ ചിന്താഗതിയെ മാറ്റി എഴുതുകയായിരുന്നു. വിശപ്പകറ്റുക എന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ധർമ്മമെന്ന് അദ്ദേഹം ആളുകളെ പഠിപ്പിച്ചു. ശരിയാണ്. വിശക്കുന്ന വയറുള്ള ഒരാളോട് തത്വചിന്ത പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ആത്മീയതയിലേക്കുള്ള ആദ്യത്തെ പടി വിശപ്പകറ്റുക എന്നതാണ്. അതെ. അതിനാൽ ഈ ധർമ്മശാലയിലേക്ക് അരിയും പച്ചക്കറികളും നൽകുന്നത് കേവലം ഒരു ഔദാര്യമല്ല, മറിച്ച് തങ്ങളുടെ സ്വന്തം മോക്ഷത്തിനായുള്ള ഏറ്റവും വലിയ പ്രവൃത്തിയാണെന്ന് ജനങ്ങൾ വിശ്വസിച്ചു തുടങ്ങി. അതായത് ഇതൊരു രാജാവോ അല്ലെങ്കിൽ വലിയൊരു സമ്പന്നനോ മാത്രം സ്പോൺസർ ചെയ്യുന്ന ഒന്നായിരുന്നില്ല, അല്ലേ? സാധാരണക്കാരായ കർഷകരും കച്ചവടക്കാരും എല്ലാം തങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ ഒരു ഭാഗമായി ഇതിനെ കണ്ടു തുടങ്ങി. ഇതൊരു ജനകീയ മുന്നേറ്റമായി മാറി. അതെ, അതുകൊണ്ടാണ് ഇതിനെ ലോകത്തിലെ ഏറ്റവും മികച്ച സിസ്റ്റം എന്ന് വിളിക്കാൻ കഴിയുന്നത്. വടലൂരിലെ ആ ധർമ്മശാലയിൽ എപ്പോഴും അടുത്ത 6 മാസത്തേക്കുള്ള അരിയും സാധനങ്ങളും സ്റ്റോക്ക് ഉണ്ടാവും. 6 മാസത്തേക്കുള്ളതോ? അതെ, അത് സർക്കാർ നൽകുന്നതല്ല, മറിച്ച് ആളുകൾ സ്വയം കൊണ്ടുചെന്ന് നൽകുന്നതാണ്. ലോകത്ത് ധർമ്മം ഉള്ളിടത്തോളം കാലം ഈ അടുപ്പ് അണിയില്ല എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞത് വെറുതെയല്ല. അത് ജനങ്ങളുടെ ഹൃദയത്തിലാണ് അദ്ദേഹം കത്തിച്ചു വെച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ത്യയിലെ മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളും കോവിഡ് മഹാമാരിയുടെ കാലത്ത് അടച്ചിട്ടു. ആളുകൾ പുറത്തിറങ്ങാൻ പോലും ഭയന്ന സമയം. അന്നദാനങ്ങളെല്ലാം നിന്നുപോയി. ഭയപ്പെടുത്തുന്ന നാളുകൾ. അപ്പോൾ പോലും വടലൂരിലെ ഈ അടുപ്പ് ദിവസവും കത്തിക്കൊണ്ടിരുന്നു. പ്രതിദിനം 1500-ലധികം ആളുകൾക്കാണ് അവിടെ യാതൊരു തടസ്സവുമില്ലാതെ ഭക്ഷണം ലഭിച്ചത്. വിശക്കുന്നവന്റെ ജാതിയോ മതമോ നോക്കാതെ എല്ലാവർക്കും ഒരുപോലെ ഭക്ഷണം നൽകുന്ന ആ അടുപ്പ്, എന്താ പറയാ, ശാസ്ത്രത്തെയും യുക്തിയെയും ഒക്കെ വെല്ലുവിളിക്കുന്ന ഒരു വലിയ അത്ഭുതം തന്നെയാണ്. തീർച്ചയായും മനുഷ്യത്വം എന്ന വികാരം ലോകത്തുള്ള കാലത്തോളം ആ അടുപ്പിലെത്തി അണിയില്ല. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന നാളുകളിലേക്ക് വരാം. അതെ, ആ നിഗൂഢമായ അവസാനം. അതെ, പ്രകാശത്തെ ആരാധിക്കാൻ പഠിപ്പിച്ച, അക്ഷരാർത്ഥത്തിൽ പ്രകാശമായി മാറിയ ആ മനുഷ്യന്റെ വിടവാങ്ങലും തികച്ചും നിഗൂഢവും എന്നാൽ ആഴത്തിലുള്ള അർത്ഥം നൽകുന്നതുമായിരുന്നു. അതെ, ആ സംഭവം ശരിക്കും ഒരു മിസ്റ്ററി നോവൽ വായിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. 1874 ജനുവരി 30, അതൊരു തൈപ്പൂയ നാളായിരുന്നു. വടലൂരിലെ സിദ്ധിവളാകം എന്ന് വിളിക്കുന്ന സ്ഥലത്തുള്ള ഒരു മുറിക്കുള്ളിൽ കയറി അദ്ദേഹം വാതിലടച്ചു. കുറച്ചു കാലത്തേക്ക് ആ വാതിൽ തുറക്കരുത് എന്ന് അദ്ദേഹം ശിഷ്യന്മാർക്ക് കർശനമായ നിർദ്ദേശം നൽകിയിരുന്നു. അതെ. പിന്നീട് സർക്കാർ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ആ വാതിൽ തുറന്നു നോക്കിയപ്പോൾ ആ മുറിക്കുള്ളിൽ അദ്ദേഹത്തിന്റെ യാതൊരു അടയാളവും ഉണ്ടായിരുന്നില്ല. വസ്ത്രമോ അസ്ഥിയോ ഒന്നും തന്നെയില്ല. സത്യത്തിൽ യുക്തിസഹമായി ചിന്തിക്കുന്ന ഒരാൾക്ക് ഈ ഒരു അവസാനത്തെ എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ കഴിയുക? ഇതൊരു പൂർണ്ണമായ അത്ഭുതമായി വിശ്വസിക്കുന്നവരുണ്ട്. മറുവശത്ത് ഇതൊരു വലിയ പ്രതീകാത്മക സംഭവമായി കാണുന്നവരുമുണ്ട്. അദ്ദേഹം എങ്ങനെ അപ്രത്യക്ഷനായി എന്നതിനേക്കാൾ അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നതാണ് പ്രധാനം. അതെന്തുകൊണ്ടാണ്? വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിന് പകരം അറിവിന്റെയും കാരുണ്യത്തിന്റെയും പ്രകാശത്തെ ആരാധിക്കാനാണ് അദ്ദേഹം മനുഷ്യരോട് ആവശ്യപ്പെട്ടത്. ആത്യന്തികമായി മനുഷ്യൻ എത്തിച്ചേരേണ്ടത് ആ പ്രകാശത്തിലേക്കാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു.
തന്റെ ജീവിതം മുഴുവൻ പ്രകാശമായി മാറിയ ഒരാൾ ഒടുവിൽ ആ പ്രകാശത്തിലേക്ക് തന്നെ ലയിച്ചു ചേർന്നു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ തത്വചിന്ത. ഭൗതികമായൊരു ശരീരവും ഇല്ലാതെ കേവലം ഒരാശയമായി പ്രകാശമായി അദ്ദേഹം ഇന്നും ജീവിക്കുന്നു. സ്നേഹവും കരുണയും നിങ്ങളുടെ ഹൃദയത്തിൽ നിറയട്ടെ. ഞാൻ മുറിക്കുള്ളിൽ കയറിക്കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും ഈ മുറി തുറക്കരുത്. അത് വളരെ മനോഹരമായ ഒരു ചിന്തയാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഇന്നും നിലനിൽക്കുന്നത് അദ്ദേഹം പാടിയ ഗാനങ്ങളിലൂടെയും അദ്ദേഹം കാണിച്ചു തന്ന വഴിയിലൂടെയുമാണ്. ഏകദേശം 6000-ഓളം ഗാനങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അവയെല്ലാം 6 തിരുമുറികളായി തിരിച്ച് തിരുവരുട്പ എന്ന പേരിൽ സമാഹരിച്ചിട്ടുണ്ടല്ലേ? അതെ, അത് മാത്രമല്ല, അദ്ദേഹം ലോകത്തിന് നൽകിയ വളരെ ശക്തമായ ഒരു ദാർശനിക വരിയുണ്ട്. അരുട്പെരുഞ്ചോതി അരുട്പെരുഞ്ചോതി തനിപ്പെരുങ്കരുണൈ അരുട്പെരുഞ്ചോതി. അതിന്റെ അർത്ഥം ഈശ്വരൻ എന്നത് അപാരമായ പ്രകാശവും അതിരുകളില്ലാത്ത കാരുണ്യവുമാണ് എന്നാണ് ഇതിന്റെ അർത്ഥം. ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യനെ സ്നേഹിക്കാനും പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളോടും കരുണ കാണിക്കാനുമുള്ള ഈ വലിയ സന്ദേശം ലോകത്തിന് നൽകിയ അദ്ദേഹത്തിന്റെ സേവനങ്ങളെ മാനിച്ച് 2007 ഇന്ത്യൻ സർക്കാർ ഒരു പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കി അദ്ദേഹത്തെ ആദരിക്കുകയും ഉണ്ടായി. വലിയൊരു അംഗീകാരം തന്നെയാണത്. അപ്പോ ഇന്നത്തെ നമ്മുടെ ഈ അന്വേഷണത്തിൽ നിന്ന് നമ്മൾ കണ്ടത് വളരെ വ്യക്തമായ ഒരു യാത്രയാണ്. അതെ, മരുതൂരിൽ അച്ഛനില്ലാതെ വളർന്ന ഒരു സാധാരണ കുട്ടി, സ്കൂളിലെ പാഠപുസ്തകങ്ങളെക്കാൾ വലിയ പ്രപഞ്ച സത്യങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞ കുട്ടി, എങ്ങനെയാണ് വടലൂരിൽ വിശപ്പില്ലാത്തൊരു ലോകം സ്വപ്നം കണ്ട വലിയൊരു ആത്മീയ ഗുരുവായി മാറിയത് എന്ന് നമ്മൾ മനസ്സിലാക്കി. തീർച്ചയായും വള്ളലാർ നമുക്ക് നൽകുന്ന സന്ദേശം വളരെ ലളിതമാണ്, എന്നാൽ പ്രായോഗികമാക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതുമാണ്. എല്ലാ ജീവജാലങ്ങളോടും കരുണ കാണിക്കുക, വിശക്കുന്നവന് ഭക്ഷണം നൽകുക. അതെ, ആചാരങ്ങളെക്കാളും വലിയ വലിയ പ്രഭാഷണങ്ങളെക്കാളും വലുത് മനുഷ്യന്റെ വിശപ്പകറ്റുന്നതാണ് എന്ന് അദ്ദേഹം സ്വന്തം പ്രവൃത്തിയിലൂടെ കാണിച്ചു തന്നു. വാടിയ ചെടിയെ കാണുമ്പോൾ പോലും വേദനിക്കുന്ന ആ മനസ്സ് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയത. വളരെ ശരിയാണ്. ഒടുവിലായി ഒരു കാര്യം നിങ്ങളെ ചിന്തിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരാളുടെ വിശപ്പകറ്റുന്നതിലൂടെ മാത്രമേ യഥാർത്ഥ ആത്മീയത കൈവരിക്കാൻ കഴിയൂ എന്ന് വള്ളലാർ ഉറച്ചു വിശ്വസിച്ചു. ഇന്നത്തെ ഈ ആധുനിക യുഗത്തിൽ നമ്മുടെ പക്കൽ വിവരങ്ങളുടെ ഒരു വലിയ ലോകം തന്നെയുണ്ട്. വലിയ സാങ്കേതിക വിദ്യകളുണ്ട്. മുൻപെങ്ങുമില്ലാത്ത വിധം സമ്പത്തുമുണ്ട്. പക്ഷെ ഇതിനിടയിൽ നമ്മൾ ആത്മീയതയെ കൂടുതൽ സങ്കീർണമാക്കുകയാണോ ചെയ്തത്? അതൊരു നല്ല ചോദ്യമാണ്. വലിയ വലിയ തത്വചിന്തകൾ സംസാരിക്കുമ്പോഴും പരസ്പരം സഹായിക്കുക, വിശപ്പകറ്റുക എന്ന ഏറ്റവും അടിസ്ഥാനപരമായ മനുഷ്യധർമ്മത്തെ നമ്മൾ എവിടെയൊക്കെയോ മറന്നു പോകുന്നുണ്ടോ? വടലൂരിലെ ആ 156 വർഷമായി അണയാത്ത അടുപ്പിലെ തീ പോലെ ഈ ചോദ്യവും നിങ്ങളുടെ ഉള്ളിൽ എരിയട്ടെ. നമ്മുടെ ഈ അന്വേഷണത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി. വീണ്ടും കാണാം.